Okay. Yes, Abhinav, എന്തെങ്കിലും issues ഉണ്ടോ? ഇല്ല സാർ. Others, Ashwin. സാർ Problem clear ഇല്ല അല്ലേ? സാർ, പ്രശ്നമൊന്നുമില്ല. ആ ഓക്കെ, അതിന് വേറൊരു റീവിസിറ്റ് ഒന്നും വേണ്ടല്ലോ അല്ലേ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലേ? ഓക്കെ, ബാക്കി എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുന്ന അസ്യൂം ചെയ്ത് ഞാൻ മുന്നോട്ടേക്ക് പോകണം. സോ ഇതിന്റെ കേസ് ജനറൽ ബെയറിംഗിന്റെ മെയിനായിട്ട് 2 ടൈപ്പ് പ്രോബ്ലം ആണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് നമ്മളെ ഡയറക്റ്റ് ഡിസൈൻ പ്രൊസീജിയർ, 9 സ്റ്റെപ്പ് വരുന്ന ഡയറക്റ്റ് പ്രൊസീജിയർ, വൺ ബൈ വൺ ആയിട്ട് പോകുന്ന പ്രൊസീജിയർ. രണ്ടാമത്തത് ബേസ്ഡ് ഓൺ ദ ടേബിൾ. ഓക്കെ, ഡിഫറെന്റ് കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇത് കണ്ടെത്താനുള്ള കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ദ ടേബിൾ. ഓക്കെ, പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ടത് ഫുൾ ജേണൽ ബെയറിംഗ് ആണോ ക്വസ്റ്റിൽ തന്നെ, അല്ല പാർഷ്യൽ ആണോ, അല്ല ഫിറ്റഡ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ടൈപ്പ് ഓഫ് ജേണൽ ഡാറ്റ ബുക്കിന്റെ പേജ് സെലക്ട് ചെയ്യാൻ. ഓക്കെ, ആസ് സച്ച് ഒരു പേജിലേക്ക് പോകരുത്. ഇറ്റ് ഓൾ ഡിപെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് ജേണൽ ബെയറിംഗ്. നോർമൽ കേസിൽ ഫുൾ ജേണൽ ബെയറിംഗ് ചോദിക്കാറുള്ളൂ, അപ്പൊ അത് നോക്കണം. സോ സോ ഈ ഒരു പേജ് ബേസ് ചെയ്ത് ചെയ്യണം. ഓക്കെ, പിന്നെ വരുന്നത് അതിൽ ഏതെങ്കിലും 1-2 കാര്യങ്ങൾ ബേസ് ചെയ്ത്, ഇപ്പോൾ ഡിസൈൻ പ്രൊസീജിയറിന്റെ ബേസ് ചെയ്ത് 2 സ്റ്റെപ്പ് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഡിപ്പെൻഡിംഗ് അപ്പോൾ കണ്ടീഷൻ സെലക്ട് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, so that's it. So with that, we are winding up the sliding contact bearing. And the last topic in this module is rolling contact bearing. Okay, so rolling contact bearing, as I said, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണല്ലോ, പലർക്കും കണ്ടിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ആന്റി ഫ്രിക്ഷൻ ബെയറിംഗ്. സോ ഇതില് റോളിംഗ് കോണ്ടാക്ട് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു ജനറലൈസ്ഡ് ടേം ആണ്. ബേസിക്കലി അതിൽ 2 തരത്തിലുണ്ട്. ഒന്നുകിൽ സ്പെറിക്കൽ ബോൾസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റോളേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, സ്പെറിക്കൽ ബോൾസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു പോയിന്റ് കോണ്ടാക്ട് ആണ് ഉണ്ടാവുക. റോളർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു ലൈൻ കോണ്ടാക്ട് ആണ് ഉണ്ടാവുക. റൈറ്റ്, സോ അത് ബേസ് ചെയ്തിട്ട് you can classify this rolling contact bearing in general as ball bearings and roller bearings. Okay, ball bearings and roller bearings. Okay, ball bearings are. Okay, so this is your ball bearing. In the case you will get a point contact. So this is roller bearing, and in the case you will get a line contact. Okay, so ഇതുകൊണ്ട് തന്നെ point of contact വളരെ കുറവായതുകൊണ്ട് തന്നെ you can also call it as anti-friction bearing. Okay, so ഇതില് the most common type of bearing supports a rotating shaft resisting purely radial or combined radial and axial loads. Okay, so depending upon different, there are different type of bearing. Okay, അത് ബേസ് ചെയ്താണ് അതിന്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി വരുന്നത്. നിങ്ങൾ നോക്കിയാൽ ചില bearings are designed only purely for supporting radial loads. ചില bearings are designed only for supporting axial loads. There are some which can support both radial and axial or thrust loads. Okay, now we have also seen what are the different components. Now, so it starts with the outer ring. So main portions ഒക്കെ നമുക്ക് ബെയറിംഗ് വെക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ്, നമുക്കൊരു ഔട്ടർ റിംഗ് വേണം, അതേപോലെ ഒരു ഇന്നർ റിംഗ് വേണം. റൈറ്റ്, ഈ ഇന്നർ റിംഗിനാണ് നമ്മൾ ഷാഫ്റ്റ് കണക്ട് ചെയ്യുന്നത്. അത് വളരെ ടൈറ്റ് ഫിറ്റഡ് ആയിട്ട് ഷാഫ്റ്റ് ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, സിമിലർലി ഔട്ടർ റിംഗിന്റെ എക്സ്റ്റീരിയർ പോർഷൻ ആണ് നമ്മൾ ബെയറിംഗിന്റെ കേസിംഗിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, ആ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാവും. ഇനി ഇതിന്റെ സെന്റർ പോർഷൻ എന്തൊക്കെ വരുന്നത് വെച്ചാൽ ബോൾ ബെയറിംഗ്, ബോൾ ഇൻ ബിറ്റ്വീനിൽ വരും. ഓക്കെ, നമ്പർ ഓഫ് ബോൾസ്. ഓക്കെ, നൗ ഇതിന്റെ സ്ലിപ്പിംഗ് ഒഴിവാക്കാൻ എന്ത് ചെയ്യും, അതിലൊരു സെപ്പറേറ്റേഴ്സും കൂടെ കൊടുത്തിട്ടുണ്ടാവും. ഇത്തരത്തിലൊരു സെപ്പറേറ്റർ ഉണ്ടാവും. ഓക്കെ, ചില കേസുകളിൽ ഔട്ടർ പോർഷൻ ഫിക്സ്ഡും ഇന്നർ റൊട്ടേറ്റിംഗ് ആയിരിക്കും. ചില കേസുകളിൽ പിന്നെ ഇന്നർ ഫിക്സ്ഡും ഔട്ടർ റൊട്ടേറ്റിംഗും കേസുകളും ഉണ്ട്. ഓക്കെ, so these are the basic areas, and inside diameter നമ്മൾ bore എന്ന് പറയുന്നത്. ഓക്കെ, bore diameter എന്ന് പറയുന്നത് inside diameter ആണ്, outside diameter is your outside diameter. That's okay. So ഇതിനാണ് മെയിൻ കോമ്പോണൻസ്. and ഇതിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി, inner ring, okay, force fitted with the machine shaft. Similarly, outer ring is force fitted with the machine housing. Then you have bolts or rollers, and it is responsible for the relative motion of bolts or rollers. Okay, now then you have retainers, and these are used to prevent the bolts or rollers from exiting from the bearing rings during operation. Okay, now as we are seeing, the roller bearing can be classified as ball bearings and roller bearings, and this ball bearing and roller bearing രണ്ടിനെ further classify ചെയ്യാൻ പറ്റും depending upon the type of load acting. എങ്ങനെ, ഒന്ന് റേഡിയൽ ബോൾ ബെയറിംഗ് ആയിട്ട്, അതേപോലെ ട്രസ്റ്റ് ബോൾ ബെയറിംഗ് അല്ലെങ്കിൽ ആക്സിയൽ ബോൾ ബെയറിംഗ് ആയിട്ട്. ഓക്കെ,
There are different subcategories for radial ball bearings. One type of radial ball bearings. For example, single row deep groove ball bearing, maximum capacity type ball bearing, single row angular contact ball bearing, duplex angular contact ball bearing. And there you can see a number of ball bearings, self-aligning type ball bearings. Okay. Now, similarly, when it comes to thrust ball bearing, you have different types like single direction thrust ball bearing with flat back face, single direction thrust ball bearing with seating ring, and there are few. Okay. So similarly, your roller bearing can be classified as a radial roller bearings and thrust roller bearings. Okay. So your radial roller bearings can be subdivided as single row cylindrical roller bearings. Okay, cylindrical ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാവും. Okay, single row cylindrical roller bearing, double row cylindrical, അതുപോലെ needle roller bearing. Okay. സിംഗിൾ റോ ടേപ്പേർഡ് റോളർ ബെയറിംഗ് ടേപ്പേർഡ് റോളർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും സിലിണ്ടറിക്കൽ ഉള്ള ടേപ്പേർഡ് സ്ട്രക്ചർ ആയിട്ടുള്ള റോളർ ബെയറിംഗ് അപ്പൊ അതിനനുസരിച്ചിട്ടാണ് അതിന്റെ ബെയറിംഗ് റിമൈനിങ് പോർഷൻ വരുന്നത് ഓക്കെ സിമിലർലി thrust roller bearing cylindrical roller thrust bearing and you can see a number of different types of thrust roller bearings okay so these are the basic classification of rolling contact bearings right okay അപ്പോൾ ആ ക്ലാസിഫിക്കേഷൻ തന്നെയാണ് കുറച്ച് നീറ്റ് ആയിട്ടുള്ള ഡയഗ്രാം ആണെങ്കിൽ സി ball bearings into different types of organelles. Okay, ball bearing. See, this is a type of ball bearing or roller ball bearing, and this is a type of roller bearing. Okay, the cylindrical roller bearing and straight rollers. Okay, so you will get a point line contact. Okay, similarly here you will get a point contact. Now this is a tapered roller bearing. Okay, tapered structure. Okay, so ഓരോ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ടാണ് റോളർ ബെയറിംഗ് യൂസ് ചെയ്യുക ഓക്കെ സിമിലർലി spherical roller bearing okay the structure is almost spherical okay so these are some type and there are different furthermore and ഇതിൽ ഓരോന്നിന്റെ അഡ്വാൻറ്റേജസ് ആണ് ഓക്കെ ഇവിടെ നോക്കുകയാണെങ്കിൽ ബോൾ ബെയറിംഗ്സിന്റെ കേസിൽ ബോൾ ബെയറിംഗ്സ് ക്യാൻ ടേക്ക് റേഡിയൽ ആൻഡ് ആക്സിയൽ ലോഡ്സ് സ്ട്രേറ്റ് റോളർ ബെയറിംഗ്സ് ആണെങ്കിൽ ലാർജ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഉണ്ട് സോ ബേസിക്കലി നമുക്ക് ഇതിനെ നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ യുവർ ബോൾ ബെയറിംഗ്സ് ആർ യൂസ് ഫോർ ലൈറ്റ് വെയിറ്റ് ലൈറ്റ് ലോഡ്സിന്റെ കേസ് അതുപോലെ റോളർ ബെയറിംഗ്സ് പൊതുവെ യൂസ് ചെയ്യുന്നത് വാരിസ് ഫോർ ഹെവി ലോഡിംഗ് ആപ്ലിക്കേഷൻസ് ഓക്കെ സോ ബട്ട് അഡ്വാൻറ്റേജ് ഓഫ് ബോൾ ബെയറിംഗ് ഇസ് ക്യാൻ ടേക്ക് റേഡിയൽ ആൻഡ് ആക്സിയൽ ലോഡ്സ് similarly straight roller bearing ആദ്യത്തെ type first straight roller bearing ആണെങ്കിൽ it has a larger load carrying capacity than ball bearings zero misalignment is required and but it cannot take axial load അല്ലെങ്കിൽ thrust load stand ചെയ്യാൻ പറ്റില്ല when it comes to straight roller bearing so when it comes to tapered roller bearing it has a high load carrying capacity some misalignment is permitted and radial, axial, and combined radial and axial thrust can withstand. Okay, similarly, okay, that's it. Okay, so these are the different types of types. There are specific cases. Okay, okay. Now we'll see some of the concept based on rolling contact bearing. Okay. Now the materials used for rolling bearings. The material used for ball bearings. For ball bearings, and just note it up. For ball bearings, the inner, outer, and bolts, inner ring, outer ring, and bolts are made of high carbon chromium steel. High carbon chromium steel.
that is hardened to Rockwell hardness, Rockwell C C8 to 65 mole barrels. Similarly, roller bearings are fabricated of case hardened, fabricated of case hardened. The complete roller bearings are fabricated of case hardened, carburizing grade, carburizing grade steels. And again, the hardness ranges between Rockwell C 58 to 63. So now your bolt separators are made of low carbon steel. For bolt bearing in the case that bolt separators are made of low carbon steel. Are made of low carbon steel. Okay. Okay. So these are the main parts, and these are the materials used for the bearings. Okay. Now, how do we designate the bearings? Okay, we'll see how the bearings are designated. എങ്ങനെയാണ് നമ്മൾ ഒരു ബെയറിംഗിനെ നെയിം ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെ ഇപ്പൊ നമുക്കൊരു ഒരു particular bearing, there are number of bearings, ആ bearings തന്നെ there are different that is different for different diameters, right? അപ്പൊ അതിനൊക്കെ നെയിമിങ്ങും അതുപോലെ അതിന്റെ സെലക്ഷൻ ഒക്കെ എങ്ങനെ ചെയ്യുന്നതാണ്. So therefore this designation of bearing is very important. Designation of bearings. Okay. So how do we select the bearing? Okay. And നമ്മൾ എടുക്കുന്ന ബെയറിംഗിന്റെ ആ സെലക്ഷന്റെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്തൊക്കെ. So it actually designation of bearing, it actually varies with the different manufacturers. Okay. So പല മാനുഫാക്ചറേഴ്സിന്റെ കാറ്റലോഗിനനുസരിച്ചിട്ട് പല വേരിയേഷൻസ് ഉണ്ട്. But there are certain standards provided by the SAE അല്ലെങ്കിൽ Society of Automotive Engineers propose that there are certain standards. Okay, we'll see what are the standards. Okay. So basically, according to SAE, according to SAE, okay, Society of Automotive Engineers, okay, Society of Automotive Engineers. So there are basically four categories of uh, the bearings are grouped in four categories. Okay, the first category is very light series. Okay, very light series. And there's a വളരെ ചെറിയ ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന സീരീസ്. Okay, and this series starts with 100. Okay, this is also called the 100 series. Okay, second one is light series. Okay, one very light series ആയിരുന്നു, രണ്ടാമത്തെ light series, and it is also called the 200 series. Then the third one is medium series. Medium series, and this is your 300 series. Similarly, you have last one is your heavy series. Heavy series, and it is also called 400 series. 400 series. Okay. Now, again, the last two digits. Okay. So, ഇതാണ് ഫസ്റ്റ് മെയിൻ അതിലെ നെയിമിങ്ങിന്റെ ഒരു ക്രൈറ്റീരിയ ഇതാണ്. And the second criterion for this naming is the last two digits represents the bore diameter.
bore diameter when multiplied by 5. By 5. Okay. ഞാൻ പറയാണ് for a series 315, for a web series 315, നമുക്ക് ഇന്ന് ഇങ്ങനെ ഒരു എസ് ഐന്റെ ഒരു ബാരിങ്ങിന്റെ സീരീസ് 315 എന്ന് പറയുകയാണെങ്കിൽ, that signifies this is from the bearing is from 300 series. Okay, 300 series അല്ലെങ്കിൽ 300 series or it is a medium series with a bore diameter of with a bore dia of എത്രയാ 15 into 5 ആണ് അല്ലെ. 15 into 5 is nothing but 75 mm. Okay, so the bearing diameter is 75 mm and it comes under the medium series അല്ലെങ്കിൽ medium load withstand ചെയ്യാൻ പറ്റുന്ന series ആണ്. Now similarly 415 ആണെങ്കിൽ എന്താണ് 400 series ആണ് അല്ലെങ്കിൽ heavy series ആണ് diameter 75 ആണ്. Similarly 245 അങ്ങനെ ആയാൽ 200 series അല്ലെങ്കിൽ light series ആണ് 45 into 5 3 times 25 225 ആയിരിക്കും അതിന്റെ bore diameter എന്ന് വെച്ചാൽ inside diameter. Okay, so this is one way of representing, and this was proposed by SAE, Society of Automotive Engineers. Right. Now there are some other standards as well. Okay. Now as according to Protea, screenshot എടുക്കുക. Now according to Anti-Friction Bearing Manufacturers Association, Anti-Friction Bearing Manufacturers Association, that is ABMK, AF, sorry, this AF anti-friction ഉണ്ടല്ലോ, AFBMA, Anti-Friction Bearing Manufacturers Association. Okay, so according to Anti-Friction Bearing Association and ISO, International Standards Organization, ISO, and Indian standards, and Indian standards, bearings are designated by their bore diameter. So they have followed a standard in which bearings are designated by their bore diameter followed by the type of bearing and type of duty. By the type of bearing and type of duty. Okay. So for example, if we consider uh, 30 PC02. Okay, so this 30 represents the bore diameter. അതുപോലെ തന്നെ അതെന്താണ് അതിന്റെ bore diameter വരിക. Similarly, your 02 actually represents the series, the duty series. എന്ന് വെച്ചാൽ heavy series ആണോ പിന്നെ medium series ആണോ എന്നൊക്കെയുള്ളത് represent ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇവിടുത്തെ 200 corresponding ആണ് ഇവിടുത്തെ 2. So this comes under light series. Okay, comes under light series. And BC represents the type of bearing. Okay, it represents the type of bearing. So this is the designation followed by Anti-Friction Bearing Manufacturer Association, ISO, and Indian standards. Okay. ഇത് കൂടാതെ ഒന്നുകൂടെ ഉണ്ട്. The third one is നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന bearings are based on the third criterion. Okay. So we are actually following the SKF standards. Okay. So according to SKF, ball bearing company. SKF is a ball bearing company.
They have certain standards. Okay, they have certain standards. അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ they have introduced certain series. Okay, for example, അവരുടെ ഒരു set of series ആണ്. For example, 60, 62, 60 series, 62 series, 63 series, and 64 series. So these series actually represents deep groove ball bearings. Okay, ഓരോരോ ടൈപ്പിനെ തന്നെ represent ചെയ്യുന്നത് deep groove ball bearings. Okay. So this is very important. Escape series is very important because we are actually following this escape. We are actually based on the manufacturer's catalog. Like data book based on number select escape bearing on depending upon whatever values we are getting. Okay. So the 60 series, 62 series, 63 series, and 64 series represents deep groove ball bearing. Similarly, 12, 13, 22, 23, 22, 23 and all represents self-aligning ball bearing. Okay, self-aligning aligning ball bearing. Okay, self-aligning ball bearing. Similarly, the number the different types of 72, 73, 32, 33 എന്നൊക്കെ പറയുന്നത് angular contact ball bearing ആണ്. അതുപോലെ 512, 513 ആ ഒരു റേഞ്ച് പോകുന്നതെല്ലാം thrust ball bearings ആണ്. So based on the different types of ball bearings, you have different series. Okay, different series. Okay, so you will have to select from different series. Right. Okay, and in escape series, just note that the last two digits, same on but case last two digits represent the bore diameter. Okay, represent the bore diameter when multiplied by 5. Okay, it represents the bore diameter when it is multiplied by 5. Okay, for example, if the series is 6 to 2, 6 to sorry, multiplied by 5, except for the first four of any series. Okay, first four of any series. So first four is 6201, 6202, 6203, and 6204. See that ഇതിന്റെ കേസ് ഈ അവസാനത്തെ രണ്ട് ഡിജിറ്റ് into multiplied by 5 എന്ന് പറയുന്ന ആയിരിക്കില്ല അതിന്റെ ഡയമീറ്റർ. അതിന് സ്റ്റാൻഡേർഡ് ചെയ്തത് ഫോർ എക്സാമ്പിൾ 6201, സോറി 6200 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 00 എന്ന് പറയുന്നത് ഡയമീറ്റർ 10 mm ആണ്. Similarly 6201 ന്റെ കേസ് 12, 6202 15 ആണ്, and it goes. Okay, now when it comes to ആദ്യത്തെ 4 ഡിജിറ്റ് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ 6206 ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ this represents 62 series. 62 series and it actually represents the deep groove ball bearing. Okay, deep groove ball bearing, and the last two digits represents the diameter 6 into, so that means the diameter is 6 into 5, which is 30 mm. That's it. Okay, right. So there are different kind of representation. Okay, I hope it is clear. Right, let's move on now. Right, clear la? Okay, now ഇതെല്ലാം ഇമ്പോർട്ടൻ്റാ ചോദിക്കുന്നത്. ഡിഫറെന്റ് ചിലപ്പം ചില തിയറി ക്വസ്റ്റൻ ആയിട്ട് ചിലപ്പം ചെറിയ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു 15 മാർക്ക് ക്വസ്റ്റൻ ആണെങ്കിൽ അതിന് 3-4 മാർക്കിന്റെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിഫറെന്റ് ഡെസിഗ്നേഷൻ ഓഫ് നോണിംഗ് കോണ്ടാക്ട് ബാരിംഗ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം പറയുന്നതാണ്. ഓക്കെ, സി what are the factors influencing? അത് മാത്രമല്ല, അത് ഈ ഒരു നിങ്ങളുടെ ഈ ഒരു എക്സാമിന്റെ ഇതിൽ നോക്കി കാണണ്ട, ഇത്
മറ്റ് പല എക്സാമുകളുടെ കേസിലും ആവശ്യം വരും. അതിൽ ഈ മെറ്റീരിയലൊക്കെ പലപ്പോഴും ആവശ്യം വരും. ഫോർ എക്സാമ്പിൾ നമ്മുടെ PSC എക്സാംസിനൊക്കെ വളരെ ഉപകരിക്കുന്ന ഒരു സാധനമാണ്. ഈ അവിടെ മിക്കവാറും ചോദിക്കുന്ന ഇതൊന്നും ആയിരിക്കില്ല, ബാക്കി സാധനങ്ങളായിരിക്കില്ല. അതായത് പിന്നെ ബോൾ ബെയറിംഗിന്റെ മെറ്റീരിയൽ എന്തൊക്കെയാണെന്ന് ചോദിക്കുക. അപ്പോൾ ഹൈ ക്രോമിയം, ഹൈ കാർബൺ ക്രോമിയം, അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീൽ, അങ്ങനെയൊക്കെ ആയിരിക്കും പല ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ അവിടെ ശ്രദ്ധിക്കണം. ഇത് ലോക്കൽ ഹാർഡ്നസ് 58-65 അങ്ങനെയൊക്കെ വേണമെങ്കിലും ചോദിക്കാം. അവിടെയൊക്കെ അങ്ങനത്തെ സ്ഥലങ്ങളും, ബിക്കോസ് അങ്ങനത്തെ എക്സാംസ് ആണ് ബേസിക്കലി മെമ്മറി ബേസ്ഡ് എക്സാംസ് ആണ്. നമ്മുടെ PSC എന്നൊക്കെ പറയുന്നത് ബേസിക്കലി മെമ്മറി ബേസ്ഡ് ആണ്, ഇന്റലിജൻസ് ബേസ്ഡ് അല്ല, അത് പ്യൂർലി മെമ്മറി ബേസ്ഡ് ആണ്. അപ്പൊ അതിനുള്ള കേസിൽ പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കാം. ഓക്കെ. സിമിലർലി ഇതേപോലെ തന്നെ ഈ സീരീസിന്റെ കേസിൽ ഡയമീറ്റർ കണ്ടെത്താനുള്ള ചിലപ്പോൾ ചെറിയ സിമ്പിൾ സാധനമായിട്ട് ചോദിക്കാം. പക്ഷെ ഇതിന്റെ അല്ല, നമ്മുടെ പിന്നെ ലൈഫ് സീരീസ് ബേസ് ചെയ്തിട്ടുള്ള വേണമെങ്കിൽ ചോദിക്കാൻ പറ്റും. ഓക്കെ. SIയുടെ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്ത് ഡിറ്റർമിൻ ദ ഡയമീറ്റർ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഒരു മാർക്ക് 2 മാർക്കിനൊക്കെ. ഓക്കെ. നെക്സ്റ്റ് തിങ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇത് ഞാൻ പറയുന്ന പോയിന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് നോക്കണം. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ സെലക്ഷൻ ഓഫ് പാരിങ്സ്. ഓക്കെ. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് the selection of pairing. Factors influencing the selection of pairing. The first factor ഒരു ബെയറിംഗ് നമ്മൾ പിന്നെ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ബെയറിംഗ് വെക്കുകയാണെങ്കിൽ അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഫസ്റ്റ് വൺ സ്പേസ് അവൈലബിലിറ്റി ആണ്. സ്പേസ് അവൈലബിലിറ്റി. ഓക്കെ. ഒബ്വിയസ്ലി അത് നമുക്ക് അതവിടെ ആ ഒരു പോർഷനിൽ അതിനെ നമ്മൾ ബാക്കി ഒന്നിനും എഫക്ട് ചെയ്യാത്ത രീതിയിൽ അതിനെ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവിടുത്തെ ഒരു ഫസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യം. ഓക്കെ. അത് അത്രേ ഉള്ളൂ. സെക്കൻഡ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ഈസ് ദ ലോഡ് ആക്ടിങ്. ഓക്കെ. ഈസ് ദ ലോഡ്. ഇത് നോട്ട് ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് എഴുതാം. So the magnitude of load usually decides the size of the bearing. Okay, നമ്മൾ already പറഞ്ഞിട്ടുണ്ട് അല്ലെ, magnitude of load. When load increases, അല്ലെ, when the load increases, will go with roller bearing. Okay, roller bearing. And if the load is lower, we'll go with the ball bearing. Go with the ball bearing. Okay. So ഇതില് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സോ ജസ്റ്റ് മേക്ക് എ നോട്ട് ഓഫ് ദിസ് വൺ ആസ് എ സബ് പോയിന്റ്സ്. ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് വളരെയധികം ഉപകാരപ്പെടുന്ന സാധനമാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെയധികം ഉപകാരപ്പെടും. ഫസ്റ്റ് വൺ ഇസ് ദാറ്റ് ഡീപ് ഗ്രൂവ് ബോൾ ബാരിങ്സ്, സിലിണ്ടറിക്കൽ റോളർ ബാരിങ്സ് ആർ എസ്പെഷ്യലി എംപ്ലോയ്ഡ് ഫോർ റേഡിയൽ ലോഡ്സ്. ഓക്കെ. ഡീപ് ഗ്രൂവ് ബോൾ ബാരിങ്സ്, deep groove ball bearings, cylindrical roller bearings, cylindrical roller bearings are basically used for radial loads application. Basically used for radial loads application. Okay. Now similarly, thrust ball bearings and thrust roller bearings, ball bearings and thrust roller bearings are used for axial load application, അല്ലെങ്കിൽ axial load or thrust load. Thrust load. The bearings like angular contact ball bearing, angular contact bearing, angular contact bearing, angular contact bearing, taper roller bearing, are used for basically used to experience radial and axial load.
ഓക്കെ, ഇതൊക്കെ പ്രിഫേർഡ് ആണെന്നാണ് എന്ന് വെച്ചിട്ട് ഇതേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നല്ല. ചില കേസുകളിൽ റേഡിയൽ ആൻഡ് ആക്സിയൽ ലോഡ് വരുന്ന കേസിൽ ഡീപ് ഗ്രൂപ്പ് ബോൾ ബെയറിംഗ് ബേസ് ചെയ്ത് ഡിസൈൻ ചെയ്യാൻ പറയുന്ന പ്രോബ്ലംസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ദീസ് ആർ പ്രിഫേർഡ് എന്നാണ് പറയുന്നത്. ബട്ട് ഫോർ സം ആപ്ലിക്കേഷൻസ് ഈവൻ ദ ലോഡ് മാഗ്നിറ്റ്യൂഡ് ഇസ് ലെസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഡീപ് ഗ്രൂപ്പ് ബോൾ ബെയറിംഗ്സ് ഒക്കെ ചെയ്യാറുണ്ട്. There are problems. Okay, നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലംസിൽ അത്രയും അത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. Design a deep groove ball bearing when a radial load of distress or an axial load of distress is acting in the മൊത്തം design problems solve ചെയ്യാം. Okay. But the third one, first one is space availability, second one is the load, and the third criteria is speed. Okay, speed with it is rotating. Okay, for high speed applications. For high speed applications, deep groove ball bearings are preferred. Are preferred. And last one is misalignment. If there is any misalignment, ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് സെൽഫ് അലൈനിങ് ബോൾ ബെയറിംഗ്സ് ആണ്. സെൽഫ് അലൈനിങ് ബോൾ ബെയറിംഗ്. ബോൾ ബെയറിംഗ് ക്യാൻ ബി യൂസ്ഡ്. ചെറിയ മിസ്അലൈൻമെന്റ് ഒക്കെ ആണെങ്കിൽ സിലിണ്ടറിക്കൽ ബോൾ ബെയറിംഗ്സ് യൂസ് ചെയ്യാം. സിലിണ്ടറിക്കൽ ബോൾ ബെയറിംഗ്സ്. Okay, there are slight misalignments. Okay. Alignment is slight misalignment. You can even use cylindrical ball bearings. Okay, that's it. Note here. Take a screenshot of this one. Design procedure like now next day. Design procedure. Design procedure comparison between roller and the motions ഒക്കെ കഴിഞ്ഞു. പിന്നെ ഒരു 3-4 ടൈപ്പ് പ്രോബ്ലം മാത്രമേ ഉള്ളൂ. Okay, so answer your attendance.